ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ പേര് ദ ഫേസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ളതാണ്, ആദ്യത്തെ പറക്കൽ. അപ്പോൾ ഇതിൻ്റെ ഫേസ്റ്റ് പാർട്ട് നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 2 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ്റ്റ് പാർട്ട് കാണാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ലിങ്ക് കേട്ടോ. അപ്പോൾ ഫേസ്റ്റ് പാർട്ടിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ദ ഫേസ്റ്റ് ഫ്ലൈറ്റ് എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ടൈറ്റിലിൻ്റെ താഴെ നമ്മൾ കാണുന്ന പിക്ചർ ആരുടേതാണ്? ഒരു മൂങ്ങയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റോറി പറയുന്നത് ഒരു മൂങ്ങ കുഞ്ഞിൻ്റെ കഥയാണ്. അപ്പോൾ സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് ഇതിൽ ഒരു അച്ഛൻ മൂങ്ങയും അമ്മ മൂങ്ങയും അവർക്ക് 3 കുഞ്ഞുങ്ങളുമുണ്ട്. മൂങ്ങേനെ നമ്മൾ ഔൾ എന്നാണ് പറയുക, മൂങ്ങ കുഞ്ഞുങ്ങൾക്ക് ഔലറ്റ്സ് എന്നും ആണ് പറയുക. അതിൽ ഒരു മൂങ്ങക്കുഞ്ഞിൻ്റെ പേര് റൗലി എന്നാണ്. ഈ റൗലി ബാക്കിയുള്ളതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ഇപ്പോൾ സാധാരണയായി മൂങ്ങകൾ രാത്രിയിലാണ് ഇര പിടിക്കാൻ ഇറങ്ങുക. അവർക്ക് രാത്രിയിലാണ് നന്നായിട്ട് കണ്ണ് കാണാൻ കഴിയുക. അതുകൊണ്ടാണ് അവർ രാത്രിയിൽ ഇര പിടിക്കാൻ ഇറങ്ങുന്നതും പകൽ സമയത്ത് വിശ്രമിക്കുന്നതും. അങ്ങനെ രാത്രിയിൽ ആക്റ്റീവായിരിക്കുന്നതും പകൽ വിശ്രമിക്കുന്നതുമായ ജീവികളെ നമ്മൾ എന്താണ് പറയുക? നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ക്രീച്ചേഴ്സിനെ നമ്മൾ പറയുക നൊക്ടേണൽ ക്രീച്ചേഴ്സ് എന്നാണ്. അതായത് രാത്രിയിൽ ആക്റ്റീവായിരിക്കും, പകൽ എന്തായിരിക്കും? അവർ വിശ്രമിക്കുകയായിരിക്കും. അങ്ങനെയുള്ള ക്രീച്ചേഴ്സിന് എന്താണ് പറയുക? നൊക്ടേണൽ ക്രീച്ചേഴ്സ് എന്നാണ് പറയാം. പക്ഷേ ഇവിടെ നമ്മളുടെ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള റൗലി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് രാത്രിയിൽ കാണാൻ കഴിയുന്നില്ല, പക്ഷേ പകൽ അതിന് നന്നായിട്ട് കണ്ണ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫേസ്റ്റ് ഫ്ലൈറ്റ് വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതായത് ആദ്യത്തെ ആ ഒരു പറക്കൽ, അത് പകലാണ് ഇത് പറക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഒരു വാലിയിലാണ്. ആ ഒരു വാലീൻ്റെ ഭംഗിയും അതിൻ്റെ ആ ഒരു ഫേസ്റ്റ് ഫ്ലൈറ്റിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ് നമ്മൾ ഫേസ്റ്റ് പാർട്ടിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. പേജ് നമ്പർ 130. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ഹു ഈസ് ടോക്കിംഗ് ടു റൗലി? ആരാണ് റൗലിനോട് സംസാരിക്കുന്നത് എന്നാണ്. ആരാണ്? ഒരു മൗസാണ് അല്ലേ, നമുക്ക് കാണാം, എലിയാണ്. വൈ ഈസ് റൗലി ആംഗ്രി? റൗലിൻ്റെ മുഖത്തേക്ക് നോക്കിയ പിക്ചറിൽ റൗലി കുറച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന പോലെ ഉണ്ട് അല്ലേ. അപ്പോൾ റൗലി എന്തുകൊണ്ടാണ് ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നത് എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ മൗസ് ഡൂയിങ്? എന്താണ് ആ എലി ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഓ ഐ എം ഹംഗ്രി. റൗലി ലുക്ക് ഡൗൺ. അപ്പോൾ റൗലി പറയാണ്, ഓ ഐ എം ഹംഗ്രി, എനിക്ക് വിശക്കുന്നുണ്ട്. റൗലി ലുക്ക്ഡ് ഡൗൺ. റൗലി താഴോട്ട് നോക്കി. ഷീ സോ എ മൗസ് നിയർ എ ബുഷ്. അപ്പോൾ അവൾ എന്താ കണ്ടത്? ഷീ സോ എ മൗസ്. അവൾ കണ്ടു ഒരു മൗസിനെ. മൗസ് എന്ന് പറഞ്ഞാൽ എലി. നിയർ എ ബുഷ്. ബുഷ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടി. ഒരു കുറ്റിച്ചെടിയുടെ അരികിലായിട്ട് ഒരു മൗസിനെ കണ്ടു. റൗലി ഫ്ലൂ ഡൗൺ ആൻഡ് ലാൻഡഡ് ഓൺ എ റോക്ക്. അപ്പോൾ റൗലി എന്ത് ചെയ്തു? താഴോട്ട് പറന്നു. എന്നിട്ട് ആൻഡ് ലാൻഡഡ് ഓൺ എ റോക്ക്. എന്നിട്ട് ഒരു കല്ലിൻ്റെ മുകളിൽ ഇരുന്നു. ഹേയ് ഹോക്ക് പ്ലീസ് ഡോണ്ട് ഈറ്റ് മീ, ദ മൗസ് ക്രൈഡ് അലൗഡ്. അപ്പം ഈ ഒരു എലി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാണ്, ഹേയ് ഹോക്ക് പ്ലീസ് ഡോണ്ട് ഈറ്റ് മീ, എന്നെ കഴിക്കരുത്, എന്നെ ആഹാരമാക്കരുത്. ഹേയ് ഹോക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹോക്ക് എന്ന് പറഞ്ഞാൽ ബേർഡ് ഓഫ് പ്രേ എന്ന് പറയാം. അതായത് ഇരപിടിയൻ പക്ഷി. നമ്മളുടെ പരുന്തിൻ്റെയൊക്കെ ഒരു സ്വഭാവം വരുന്ന ഒരു പക്ഷിയാണ് ഹോക്ക്. അതായത് ഇര പിടിച്ച് ആഹാരമാക്കുന്ന സ്വഭാവമുള്ള ഒരു പക്ഷി. അതിനെയാണ് നമ്മൾ ഹോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ആ പക്ഷീൻ്റെ പേര് ഹോക്ക് എന്നാണ് കേട്ടോ. പരുന്തിൻ്റെ സ്വഭാവമാണ്, ഏകദേശം പരുന്തിൻ്റെയൊക്കെ ഒരു രൂപം വരും. അപ്പം അങ്ങനെയുള്ളൊരു പക്ഷീനെയാണ് നമ്മൾ ഹോക്ക് എന്ന് പറയുന്നത്. അപ്പം ആ ഹോക്ക് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് എലി ഇങ്ങനെ പറയുന്നത്. എന്താണ്? ഹേയ് ഹോക്ക് പ്ലീസ് ഡോണ്ട് ഈറ്റ് മീ, അല്ലയോ ഹോക്കെ എന്നെ ആഹാരമാക്കരുത്. ദ മൗസ് ക്രൈഡ് അലൗഡ്. ഈ ഒരു എലി എന്ത് ചെയ്തു? ഉറക്കെ കരഞ്ഞു. ഹോക്ക് ഐ ആം നോട്ട് എ ഹോക്ക്, ഐ ആം എൻ ഔലറ്റ്. അപ്പം മൂങ്ങ ചോദിക്കുകയാണ്, ഈ മൂങ്ങക്കുഞ്ഞ് ചോദിക്കുകയാണ്, ഹോക്കോ? ഐ ആം നോട്ട് എ ഹോക്ക്, ഞാൻ ഹോക്കല്ല. ഐ ആം എൻ ഔലറ്റ്, ഞാനൊരു മൂങ്ങക്കുഞ്ഞാണ്. റൗലി സെറ്റ് ആംഗ്രിലി. റൗലി ദേഷ്യത്തോടു കൂടി പറഞ്ഞു. റൗലിക്ക് ദേഷ്യം വന്നു അല്ലേ. അത് എന്തുകൊണ്ടാണ് എലി തെറ്റിദ്ധരിച്ചത് ഇത് ഹോക്കാണെന്ന്? കാരണം എന്താണ്? മൂങ്ങകൾ സാധാരണയായി രാത്രിയിലല്ലേ സഞ്ചരിക്കുക, പകൽ വെളിച്ചത്തിൽ സഞ്ചരിക്കുമോ? ഇല്ല, അങ്ങനെ ഒരു കാര്യം കാണാറില്ല. സോ അതുകൊണ്ടാണ് ഈ ഒരു മൗസ് തെറ്റിദ്ധരിച്ചത് ഇത് ഹോക്കാണ് എന്നുള്ളത്. അപ്പം അങ്ങനെ തെറ്റിദ്ധരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ മൂങ്ങക്കുഞ്ഞിന് റൗലിക്ക് ദേഷ്യം വന്നത്. ഓക്കെ, അപ്പോൾ പിന്നെന്താണ് നോക്കാം നമുക്ക്. ഔലറ്റ് in daylight? Ha ha ha, but owls cannot fly in daylight, said the mouse. അപ്പോൾ മൗസ് എന്താ പറയുകയാണെന്ന്? മൗസ് ചോദിക്കുകയാണ്, ഔലറ്റോ, മൂങ്ങക്കുഞ്ഞോ? ഇൻ ഡേ ലൈറ്റ്
അതായത് എന്താ പകൽ വെളിച്ചത്തിലോ, പകൽ മൂങ്ങയോ, മൂങ്ങക്കുഞ്ഞോ, ഹ ഹ ഹ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. പിന്നെന്താ പറയുന്നത്, ബട്ട് ഔൾസ് കനോട്ട് ഫ്ലൈ ഇൻ ഡേ ലൈറ്റ്. പക്ഷേ ഔൾസിന്, മൂങ്ങകൾക്ക് ഡേ ലൈറ്റിൽ, പകൽ വെളിച്ചത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല. സെറ്റ് ദ മൗസ്, ആ ഒരു എലി പറഞ്ഞു. വൈ ഡിഡ് ദ മൗസ് ലാഫ് അറ്റ് റൗലി? എന്തുകൊണ്ടാണ് ഈ ഒരു മൗസ് ലാഫ് അറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിയാക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ലാഫ് എന്ന് മാത്രമാണെങ്കിൽ പൊട്ടിച്ചിരിക്കുക എന്നുള്ള മീനിങ് ആണ്. ഇവിടെ ലാഫറ്റ് ആണ്. അപ്പം എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഒരു മൂങ്ങക്കുഞ്ഞിനെ എലി കളിയാക്കിയത് എന്നാണ് ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിൽ റൗലി ഈറ്റ് അപ്പ് ദ മൗസ്? റൗലി ആ ഒരു എലീനെ കഴിക്കുമോ, ആഹാരമാക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വാട്ട് ഡസ് റൗലി സേ ടു ദ മൗസ്? എന്താണ് റൗലി മൗസിനോട് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. Don't laugh at me, you silly mouse. I'm an owlet and I'm hungry too. അപ്പോൾ ഈ റൗലി പറയാണ്, ഡോണ്ട് ലാഫ് അറ്റ് മീ യു സിലി മൗസ്. എന്നെ കളിയാക്കരുത്. ഐ എം എൻ ഔലറ്റ്, ഞാനൊരു മൂങ്ങക്കുഞ്ഞാണ്. ആൻഡ് ഐ എം ഹംഗ്രി ടു, അത് മാത്രമല്ല എനിക്ക് നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. ഐ എം ഗോയിങ് ടു ഈറ്റ് യു അപ്പ്, ഞാൻ നിന്നെ തിന്നാൻ പോവാണ്, കഴിക്കാൻ പോവാണ്. റൗലി സെറ്റ്, റൗലി പറഞ്ഞു, ഞാൻ നിന്നെ ശാപ്പിടാൻ പോവാണ്. ഓ യു ആർ എ സ്പെഷ്യൽ ഔലറ്റ്, ഐ എഗ്രി. അപ്പം എലി എന്താ പറയുന്നത്, യു ആർ എ സ്പെഷ്യൽ ഔലറ്റ്, നീ ഒരു പ്രത്യേകതയുള്ള മൂങ്ങക്കുഞ്ഞ് തന്നെയാണ്. ഐ എഗ്രി, ഞാൻ എഗ്രി ചെയ്യുന്നു. ബട്ട് പ്ലീസ് ഡോണ്ട് ഈറ്റ് മീ, പക്ഷെ എന്നെ കഴിക്കരുത്, ആഹാരമാക്കരുത്. ഐ വിൽ ഗീവ് യു സം ടേസ്റ്റി ഫുഡ്, ഞാൻ എന്താണ് നിനക്ക് നല്ല രുചികരമായ ആഹാരം തരാം എന്ന് പറയാണ്. സേയിങ് ദിസ് ദ മൗസ് റാൻ ടുവേർഡ്സ് ഹിസ് ഹോൾ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് മൗസ് എന്ത് ചെയ്തു, അതിൻ്റെ മാളത്തിലേക്ക് ഓടിപ്പോയി. ഇവിടെ ഹോൾ എന്ന് പറയുന്നത് എലിയുടെ മാളത്തിനാണ് കേട്ടോ. റൗലി വെയിറ്റഡ് ഔട്ട്സൈഡ് ദ ഹോൾ. അപ്പം റൗലി എന്ത് ചെയ്തു, ആ ഒരു ഹോളിൻ്റെ പുറത്തായിട്ട് വെയിറ്റ് ചെയ്യാണ്, ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഫുഡ് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്, അപ്പം അതിന് വെയിറ്റ് ചെയ്യാണ്. വാട്ട് വിൽ ദ മൗസ് ഗീവ് റൗലി? എന്തായിരിക്കും റൗലിക്ക് മൗസ് കൊടുക്കുന്നുണ്ടാവുക ആഹാരമായിട്ട് എന്നുള്ളതാണ് ചോദ്യം. അത് മക്കളോട് ചോദിക്കുക, അവർ ചുമ്മാ ഗസ് ചെയ്യട്ടെ കേട്ടോ. വിൽ റൗലി ബി ഹാപ്പി? റൗലി ഹാപ്പി ആവുമോ? അപ്പം നമുക്ക് ബാക്കി ഭാഗം നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വേർ ഇസ് റൗലി നൗ? ഇപ്പോൾ റൗലി എവിടെയാണുള്ളതെന്നാണ്. നമുക്ക് നോക്കാം. ഇവിടെ പിക്ചറിൽ ആ ഒരു ഹോളിൻ്റെ പുറത്ത് നിൽക്കുകയാണ് അല്ലേ റൗലി. അപ്പോൾ അവിടെ മൗസ് എന്തോ സംഭവങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ആഹാരം അല്ലേ. നമുക്കതിൽ ബനാന കാണുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ഓൾ ദിസ് ആർ ഫോർ യു, പ്ലീസ് ഹാവ് ദം, ദ മൗസ് സെറ്റ്. അപ്പോൾ മൗസ് ഈ ആഹാരം സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പറയാണ്, ഓൾ ദീസ് ആർ ഫോർ യു, ഇതെല്ലാം നിനക്കുള്ളതാണ്. പ്ലീസ് ഹാവ് ദം. ഹാവ് ദം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈറ്റ് ദം എന്നാണ്, കഴിക്കുവോ, ആഹാരമാണ്. അപ്പോൾ അത് എന്താണ്, നീ തിന്നോളൂ എന്നുള്ള രീതിയിൽ, കഴിച്ചോളൂ എന്നുള്ള രീതിയിൽ പ്ലീസ് ഹാവ് ദം, ഇത് കഴിച്ചോളൂ എന്ന് പറയാണ്. ദ മൗസ് സെറ്റ്, മൗസ് പറഞ്ഞു. റൗലി ടേസ്റ്റഡ് എ ബനാന. അപ്പോൾ റൗലി ഒരു ബനാന ടേസ്റ്റ് ചെയ്തു. ബനാന എന്ന് പറഞ്ഞാൽ പഴം എടുത്ത് കഴിച്ചു. ടു ഹൂ ഇറ്റ് ഈസ് സ്റ്റിക്കി, ഗിവ് മീ സംതിങ് എൽസ്. അപ്പം പിന്നെ എന്താണ് റൗലി പറഞ്ഞത്, ഇറ്റ് ഈസ് സ്റ്റിക്കി, ഇത് സ്റ്റിക്കിയാണ്, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഗിവ് മീ സംതിങ് എൽസ്, എനിക്ക് വേറെ എന്തെങ്കിലും തരൂ. ദെൻ ഹാവ് ദിസ്. ദ മൗസ് ഗീവ് ഹർ സം പീനട്ട്സ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ദ മൗസ് ഗേവ് ഹർ സം പീനട്ട്സ്, പീനട്ട്സ് കൊടുത്തു. പീനട്ട്സ് എന്ന് പറഞ്ഞാൽ നിലക്കടല. അത് ആര് കൊടുത്തു, മൗസ് ആർക്ക് കൊടുത്തു, റൗലിക്ക് കൊടുത്തു. ടു ഹൂ ഇറ്റ് ഈസ് സോ സ്മോൾ. അപ്പോൾ ഇതെന്താണ്, വളരെ ചെറുതാണ്. കടല നമുക്കറിയാം അല്ലേ, കുഞ്ഞിതാണ്. അപ്പോൾ ഇത് വളരെ ചെറുതാണ് എന്ന് റൗലി പറയാണ്. ടേസ്റ്റ് ദിസ്, ദ മൗസ് ഓഫേർഡ് ആൻ ആമണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കഴിച്ചു നോക്ക്, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ദ മൗസ് ഓഫേർഡ് ആൻ ആമണ്ട്. ആമണ്ട് എന്നാണ് ഉച്ചരിക്കുക, ആൽമണ്ട് എന്ന് പ്രൊനൗൺസ് ചെയ്യരുത്. എൽ ഇവിടെ ഉണ്ട്, പക്ഷെ അത് സൈലൻ്റ് ആണ്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ വരുന്നത് ആമണ്ട് എന്നാണ് കേട്ടോ. ആമണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ബദാം. അപ്പം ബദാം ഇതൊന്ന് കഴിച്ച് നോക്കാൻ പറഞ്ഞിട്ട് മൗസ് കൊടുക്കുകയാണ്. നോ ഇറ്റ് ഈസ് ടു ഹാർഡ്. അപ്പോൾ പിന്നെ റൗലി എന്താ പറയുന്നത്, വേണ്ട ഇത് വളരെ ഹാർഡാണ്. നമുക്കറിയാം ബദാം എന്താണ്, നല്ല കട്ടിയുള്ളതായിരിക്കും അല്ലേ. അപ്പം ഇത് ഭയങ്കര ഹാർഡാണ്, കട്ടിയുള്ളതാണെന്ന് പറയാണ്. വാട്ട് അബൌട്ട് ദിസ്? ഐ എം ഷുവർ യു വിൽ ലൈക്ക് ദിസ്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഐ എം ഷുവർ യു വിൽ ലൈക്ക് ദിസ്, എനിക്ക് ഉറപ്പാണ് ഇത് നിനക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് ദ മൗസ് ഗേവ് റൗലി സം കാഷ്യൂ നട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് മൗസ് എന്താണ് കൊടുത്തത്, ഗേവ് റൗലി സം കാഷ്യൂ നട്ട്സ് കൊടുത്തു. കാഷ്യൂ നട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അണ്ടിപ്പരിപ്പ് അല്ലേ. അപ്പോൾ അണ്ടിപ്പരിപ്പ് കൊടുത്തു, എനിക്ക് ഉറപ്പാണ് ഇത് നിനക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് കൊടുത്തു. വൗ സോ ടേസ്റ്റി, ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ റൗലി എന്താ പറഞ്ഞത്, വൗ
സോ ടേസ്റ്റി, നല്ല രുചികരമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഐ ലൈക്ക് ഇറ്റ്, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഗേവ് മീ സം മോർ, എനിക്ക് കുറച്ചും കൂടെ താ എന്ന് പറയാണ്. റൗലി എൻജോയ്ഡ് ഈറ്റിംഗ് ദ നട്ട്സ്. അപ്പോൾ റൗലി ആ ഒരു കാഷ്യൂ നട്ട്സ് കഴിക്കുന്ന അങ്ങനെ എൻജോയ് ചെയ്തു, അങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഓൾ ഫുഡ് ഐറ്റംസ് ഡിഡ് ദ മൗസ് ഗീവ് റൗലി ടു ഈറ്റ്? എന്തെല്ലാം ഭക്ഷണ സാധനങ്ങളാണ് പിന്നെ റൗലിക്ക് മൗസ് കഴിക്കാൻ വേണ്ടി കൊടുത്തതെന്നാണ് ചോദ്യം. അപ്പം അത് എന്തൊക്കെയാണ്? ഫസ്റ്റ് കൊടുത്തത് ബനാനയാണ്. അതിനുശേഷം എന്താ കൊടുത്തത്? പീനട്ട് കൊടുത്തു. പിന്നെ എന്താണ് കൊടുത്തത്? ആമണ്ട് കൊടുത്തു. പിന്നെ എന്താ കൊടുത്തത്? കാഷ്യൂ കൊടുത്തു. അപ്പം സ്റ്റോറി നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളോട് ചോദിച്ചാൽ അവർ ആൻസർ ചെയ്യട്ടെ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇഫ് യു ഗെറ്റ് ദീസ് ഫുഡ് ഐറ്റംസ് വിച്ച് വൺ വിൽ യു ടേക്ക്? ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുക, എടുക്കുക എന്നുള്ളതാണ്. വിൽ റൗലി ആൻഡ് മൗസ് ബിക്കെയിം ഫ്രണ്ട്സ് നൗ? ഇപ്പോൾ റൗലിയും അതേപോലെ മൗസും ഫ്രണ്ട്സ് ആവുമോ? നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ടൈം ഓഫ് ദ ഡേ ഈസ് ഇറ്റ്? ഇത് ഏത് സമയമാണ് എന്നുള്ളതാണ് ചോദ്യം. ലുക്ക് അറ്റ് റൗലി, ഈസ് ഷീ ഇൻ എ ഹാപ്പി മൂഡ്? റൗലിനെ നോക്ക്, റൗലി ഹാപ്പി മൂഡിലാണോ? നോക്കിയേ, പിക്ചർ നോക്കിയേ. റൗലി ഹാപ്പി ആണോ? അല്ല അല്ലേ, റൗലി സാഡായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് സ്റ്റോറി നോക്കാം. ഇറ്റ് ഈസ് ടു ഹോട്ട്, ലെറ്റ് us സ്റ്റോപ്പ് പ്ലേയിങ്. റൗലി മൂവ്ഡ് ടുവേർഡ്സ് ദ ഷെയ്ഡ്. അപ്പം ഇത് എന്താ റൗലി പറയുന്നത്? ഇറ്റ് ഈസ് ടു ഹോട്ട്, വളരെയധികം ചൂടെടുക്കുന്നുണ്ട്, നല്ല ചൂടാണ്. ലെറ്റ് us സ്റ്റോപ്പ് പ്ലേയിങ്, നമുക്ക് കളിയൊക്കെ നിർത്താം. റൗലി മൂവ്ഡ് ടുവേർഡ്സ് ദ ഷെയ്ഡ്. ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ തണലാണ്, മരത്തിൻ്റെ തണലൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ റൗലി ഒരു തണലത്തേക്ക് പോയിട്ട് നിന്നു. ഹേയ് ഫ്രണ്ട്, വാട്ട് ഹാപ്പൻഡ്? ദ മൗസ് ഫോളോഡ് ഹിം. അപ്പോൾ മൗസ് ചോദിക്കുകയാണ്, ഹേയ് ഫ്രണ്ട് വാട്ട് ഹാപ്പൻഡ്? എന്താ സംഭവിച്ചത്? ദ മൗസ് ഫോളോഡ് ഹിം. ഹിം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ റൗലീനെ ഇതുവരെ ഹെർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അവൾ എന്ന്. അപ്പോൾ ഇവിടെ ഹെർ എന്നാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ മാറും. സോ ഇവിടെ എന്താണ് വായിക്കേണ്ടത്? ദ മൗസ് ഫോളോഡ് ഹെർ. അപ്പോൾ മൗസ് അവളെ ഫോളോ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ഓ ഐ കാണ്ട് ഓപ്പൺ മൈ ഐസ്, ദ സൺ ഇസ് സോ ബ്രൈറ്റ്. ഓ എനിക്ക് എന്താണ്? ഐ കാണ്ട് ഓപ്പൺ മൈ ഐസ്, എനിക്ക് എൻ്റെ കണ്ണുകൾ തുറക്കാൻ പറ്റുന്നില്ല. ദ സൺ ഇസ് സോ ബ്രൈറ്റ്, എന്താണ്? സൂര്യൻ്റെ നല്ല പ്രകാശം ഉണ്ടല്ലേ, അതുകൊണ്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. മൈ ബോഡി ഇറ്റ് ഇസ് ടു ഹോട്ട്, എൻ്റെ ശരീരം വളരെയധികം എന്താണ്? ചൂടെടുക്കുന്നുണ്ട്. ഇറ്റ് ഇസ് പെയിൻഫുൾ, ഇത് വളരെ വേദന നിറഞ്ഞതാണ്, എനിക്ക് വേദനിക്കുന്നുണ്ട്. ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്, എനിക്ക് എന്താണ്? എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട്, ഞാൻ ഗുഡായിട്ട് ഫീൽ ചെയ്യുന്നില്ല, എനിക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ എന്താണ്? എനിക്ക് ശരീരത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാണ്. റൗലി സ്ലോലി ലേ ഡൗൺ. അപ്പോൾ റൗലി എന്ത് ചെയ്തു? പതുക്കെ അവിടെ അങ്ങ് കിടന്നു. ഓ ഐ സീ, സ്റ്റേ ഹിയർ. അപ്പം എന്താണ്? മൗസ് പറയാണ്, ഇവിടെ നിൽക്ക്. ഐ ഹാവ് എൻ ഐഡിയ, എനിക്കൊരു ഐഡിയ കിട്ടി. ഐ വിൽ ബി ബാക്ക് സൂൺ, ഞാൻ എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. സേയിങ് ദിസ് ദ മൗസ് റഷ്ഡ് ത്രൂ ദ ബുഷ്. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് മൗസ് എന്ത് ചെയ്തു? റഷ്ഡ് ത്രൂ ദ ബുഷ്. റഷ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കുതിച്ചു എന്നുള്ളതാണ്. ത്രൂ ദ ബുഷ്, ആ ഒരു കുറ്റിച്ചെടികൾക്കുള്ളിലൂടെ അങ്ങനെ എന്താണ്? റഷ് ചെയ്ത് കുതിച്ചങ്ങ് പോയി. വൈ ഈസ് റൗലി സാഡ്? എന്തുകൊണ്ടാണ് റൗലി സാഡായത്? ഹൗ വിൽ ദ മൗസ് ഹെൽപ്പ് റൗലി? എങ്ങനെയായിരിക്കും മൗസ് റൗലിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ദ മൗസ് ബ്രിങ് സംതിങ് ഫോർ റൗലി, വാട്ട് ആർ ദേ? മൗസ് റൗലിക്ക് എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്, അതെന്തൊക്കെയാണെന്നാണ് ചോദ്യം. നമുക്ക് ആ ഒരു പിക്ചറിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു കയ്യിൽ ഹാറ്റ് ഉണ്ട്, ഹാറ്റ് എന്ന് പറഞ്ഞാൽ തൊപ്പി, ഒരു കയ്യിൽ സൺഗ്ലാസ്സും ഉണ്ട്. എപ്പോഴാണ് ഈ തൊപ്പിയും സൺഗ്ലാസ്സും ഒക്കെ വെച്ച് നമ്മൾ ഇരിക്കുക? നമുക്ക് ഭയങ്കരമായിട്ട് വെയിലടിക്കുന്ന സമയത്ത് ചൂടെടുക്കും അല്ലേ? അപ്പോൾ സൺഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിനൊരു കുളിർമ കിട്ടും, ഒരു എന്താ പറയുക, ചൂടെടുക്കില്ല, ഒരു കുളിർമയും കിട്ടും. അതുപോലെ തന്നെ ഹാറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയും ചൂടാവില്ല അല്ലേ? നമുക്ക് ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ ധരിക്കുന്നത്. ഓ ഫ്രണ്ട് യു ആർ ബാക്ക്, വാട്ട് ഈസ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ്? അപ്പോൾ ഓ ഫ്രണ്ട്, നീ തിരിച്ചു വന്നോ? വാട്ട് ഈസ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ്? നിൻ്റെ കയ്യിൽ എന്താണ് എന്ന് ചോദിക്കുകയാണ്. റൗലി വണ്ടേർഡ്, റൗലി ആശ്ചര്യത്തോടു കൂടിയാണ് കേട്ടോ അത് ചോദിക്കുന്നത്. റൗലി മൈ ഫ്രണ്ട്, ദിസ് ആർ ഫോർ യു. റൗലി എൻ്റെ ഫ്രണ്ട്, ദിസ് ആർ ഫോർ യു, ഇതൊക്കെ നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദ മൗസ് സെഡ് ഹാപ്പിലി, ആ ഒരു മൗസ് സന്തോഷത്തോടു കൂടി പറഞ്ഞു. ഫോർ മീ? വാട്ട് ഫോർ? എനിക്കോ? എന്തിന് എന്ന് ആര് ചോദിക്കുകയാണ്? റൗലി ചോദിക്കുകയാണ്. റൗലി പുട്ട് ഓൺ ദിസ് ഹാറ്റ്, വെയർ ദിസ് സൺഗ്ലാസ്, യു വിൽ സ്റ്റേ കൂൾ. അപ്പോൾ എന്താ പറയുന്നത്? റൗലി പുട്ട് ഓൺ ദിസ് ഹാറ്റ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ധരിക്കാനാണ് കേട്ടോ, ധരിക്കൂ എന്ന് പറയാണ്. എന്ത്? തൊപ്പി ധരിക്കൂ. അതുപോലെ വിയർ ദിസ് സൺഗ്ലാസ്, സൺഗ്ലാസും ധരിക്കൂ എന്ന് പറയാണ്. യു വിൽ സ്റ്റേ കൂൾ, നിനക്ക് എന്താണ്? ഒരു കുളിർമ കിട്ടും, അതായത് നിനക്കൊരു തണുപ്പ് കിട്ടും. ദ മൗസ് ഹെൽപ്ഡ് റൗലി ടു വിയർ ദ ഹാറ്റ് ആൻഡ്
ഗ്ലാസസ്. അപ്പം എന്താണ്, മൗസ് റൗലീനെ ഹെൽപ്പ് ചെയ്യാണ്. എന്തിന്, ആ ഒരു ഹാറ്റും അതുപോലെ ഗ്ലാസ്സും ഒക്കെ വെക്കാനായിട്ട് സഹായിക്കുകയാണ്. റൗലി, ഹൗ ഡു യു ഫീൽ നൗ? റൗലി, നീ ഇപ്പം എന്താണ് ഫീൽ ചെയ്യുന്നത്? നിനക്ക് സുഖമുണ്ടോ? ദ മൗസ് ആസ്റ്റ്. ഒരു എലി ചോദിച്ചു. താങ്ക് യു ഫ്രണ്ട്, ഐ ഫീൽ ബെറ്റർ. അപ്പോൾ റൗലി താങ്ക്സ് പറയാണ്. ഞാനിപ്പം ബെറ്റർ ആയിട്ടുണ്ട്, എനിക്ക് ഐ ഫീൽ ഗുഡ് എന്ന് പറയാണ്. റൗലി സെഡ് സ്മൈലിംഗ്. അപ്പോൾ റൗലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വിൽ ദീസ് തിങ്സ് ഹെൽപ്പ് റൗലി ടു ഫീൽ ബെറ്റർ? അപ്പോൾ ഈ മൗസ് കൊണ്ട് കൊടുത്തിട്ടുള്ള സൺഗ്ലാസും അതേപോലെ ഹാറ്റും ഒക്കെ റൗലിക്ക് ഒരു ബെറ്റർ ഫീലിന് സഹായിക്കും. അതായത് റൗലിക്കൊന്ന് സുഖകരമായിട്ട് നിൽക്കാൻ സഹായിക്കുമോ, ഒരു തണുപ്പൊക്കെ കിട്ടുമോ എന്നുള്ള ചോദ്യമാണ്. ഹൗ വെൽ ആൻ ഔലറ്റ് ലുക്ക് ലൈക്ക് വിത്ത് ദ ഹാറ്റ് ആൻഡ് സൺഗ്ലാസ്? അപ്പം എങ്ങനെയായിരിക്കും ഒരു മൂങ്ങ കുഞ്ഞ് ഈ സൺഗ്ലാസും ഹാറ്റും ഒക്കെ വെച്ചാൽ കാണാനുണ്ടാവുക? ആ ഒരു ലുക്ക് എങ്ങനെയായിരിക്കുന്നതാണ്. അത് നെക്സ്റ്റ് പേജിൽ ആ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്മളുടെ റൗലി പറന്ന് വരുന്നുണ്ട് അല്ലേ, സൺഗ്ലാസും ഹാറ്റും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ലുക്കാണ് ഉണ്ടാവുക കേട്ടോ. വേർ ഈസ് റൗലി നൗ? ഇപ്പോൾ റൗലി എവിടെയാണ്? ഹൗ ഡസ് ഷീ ലുക്ക് ലൈക്ക്? ഇപ്പോൾ അവൾ എങ്ങനെയാണ് കാണാൻ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഈ പിക്ചറിൽ കാണാം, അതുപോലെയാണ് അല്ലേ. അപ്പോൾ സ്റ്റോറി നോക്കാം നമുക്ക്. ദ സൺ വാസ് സെറ്റിംഗ്, അതായത് സൺസെറ്റ്, സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. ദ ഔൾസ് വോക്ക് അപ്പ്. അപ്പം ബാക്കിയുള്ള അച്ഛനും അമ്മയും അതേപോലെ 2 മൂങ്ങക്കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർ എഴുന്നേൽക്കാണ്. എന്തുകൊണ്ടാണ്? അവർ പകൽ സമയം വിശ്രമിക്കുകയും രാത്രിയിൽ സമയം ഇരപിടിക്കാൻ പോവുകയാണ് ചെയ്യുക. അപ്പോൾ അവർ വിശ്രമിച്ച് ഒക്കെ കഴിഞ്ഞ് സൺസെറ്റിൻ്റെ ടൈം ആയപ്പോൾ അവർ എഴുന്നേറ്റു. വേർ ഇസ് റൗലി? റൗലി എവിടെയാണ്? ദ മദർ ആൾ ലുക്ക്ഡ് അറൗണ്ട്. അമ്മ മൂങ്ങ എന്ത് ചെയ്യാണ്? ചുറ്റും നോക്കുകയാണ്, റൗലീനെ കാണാത്തതുകൊണ്ട്. ഓ ലുക്ക്, ഹൂ ഇസ് ദാറ്റ്? നോക്ക്, അതാരാണ്? ഹൂ ഇസ് ദാറ്റ്? ഫാദർ ഔൾ പോയിൻറ്റഡ് ടു ദ സ്കൈ. അപ്പം അച്ഛൻ മൂങ്ങ എന്ത് ചെയ്തു? പോയിൻറ്റഡ് എന്ന് വെച്ചാൽ ചൂണ്ടിക്കാണിക്കാം. ടു ദ സ്കൈ, ആകാശത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അതാരാണ് എന്ന് ചോദിക്കുകയാണ്. എവ്രി വൺ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ. എല്ലാവരും ആകാശത്തേക്ക് നോക്കി. ദ ബേർഡ് വിത്ത് എ ഹാറ്റ് ആൻഡ് ഗ്ലാസസ്. ഒരു ബേർഡ്, ആ ബേർഡിന് എന്തൊക്കെയുണ്ട്? തൊപ്പിയും ഗ്ലാസും ഒക്കെ ധരിച്ച ഒരു ബേർഡാണ് എന്ന് പറയാണ്. റൗലി ലാൻഡഡ് ഓൺ ദ ബ്രാഞ്ച്. റൗലി എന്ത് ചെയ്തു? ആ ഒരു കൊമ്പിലേക്ക് അങ്ങ് വന്നിരുന്നു. ഹു ആർ യു? ഫാദർ ഔൾ ആസ്റ്റ്. നീ ആരാണ് എന്ന് ആ ഒരു അച്ഛൻ മൂങ്ങ ചോദിക്കുകയാണ്. വൈ ഡിഡ് അതർ ഔൾസ് ലുക്ക് ഇൻ വണ്ടർ അറ്റ് റൗലി? എന്തുകൊണ്ടാണ് റൗലീനെ ആശ്ചര്യത്തോടു കൂടി ബാക്കിയുള്ള മൂങ്ങകൾ നോക്കിയത് എന്നുള്ളതാണ്. വൈ കുഡിൻറ്റ് ദ ഫാദർ ഔൾ റെക്കഗ്നൈസ് റൗലി? എന്തുകൊണ്ടാണ് ഫാദർ ഔളിന് പോലും, അതായത് അച്ഛൻ മൂങ്ങയ്ക്ക് പോലും റൗലീനെ റെക്കഗ്നൈസ് ചെയ്യാൻ, തിരിച്ചറിയാൻ പറ്റാതിരുന്നത് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. റൗലി ഈസ് ബാക്ക്, വാട്ട് വിൽ ഹർ പാരൻസ് ആസ്ക് ഹർ? അപ്പോൾ റൗലി തിരിച്ചു വന്നു, ഇനി എന്തായിരിക്കും അവളുടെ പാരൻസ് അവളോട് ചോദിക്കുക എന്നാണ് ചോദ്യം. സ്റ്റോറി നോക്കാം. ഇറ്റ് ഇസ് മീ, യു ആർ റൗലി, റൗലി സെറ്റ്. അപ്പോൾ റൗലി പറഞ്ഞു, ഇത് ഞാനാണ്, നിങ്ങളുടെ റൗലി. വർ യു ഡിയർ? ഹൂ ഗേവ് യു ദ ഹാറ്റ് ആൻഡ് ദ ഗ്ലാസസ്? അപ്പം നീ എവിടെയായിരുന്നു ഡിയർ? ഹൂ ഗേവ് യു ദ ഹാറ്റ് ആൻഡ് ദ ഗ്ലാസസ്? ആരാണ് നിനക്ക് ഈ തൊപ്പിയും സൺഗ്ലാസും ഒക്കെ തന്നത് എന്ന് ഫാദർ ആസ്റ്റ്. ഫാദർ ചോദിച്ചു, അച്ഛൻ ചോദിച്ചു. ഐ ക്യാൻ സീ എവറിത്തിങ് ഇൻ ഡേ ലൈറ്റ്. എനിക്ക് പകൽ വെളിച്ചത്തിൽ എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. സോ ഐ വെൻ്റ് ഔട്ട്. അതുകൊണ്ട് ഞാൻ പുറത്ത് പോയി. ഐ ഗോട്ട് എ ന്യൂ ഫ്രണ്ട് ടു. എനിക്കൊരു ഒരു പുതിയ സുഹൃത്തിനെയും കൂടെ കിട്ടി, ഒരു ഫ്രണ്ടിനെയും കൂടെ കിട്ടി. ഹീ ഗേവ് മീ ഓൾ ദീസ് തിങ്സ്, റൗലി സെഡ് സ്മൈലിംഗ്. അപ്പോൾ റൗലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ ആ ഒരു ഫ്രണ്ട് തന്നതാണ് എന്ന്. ഓ ഡിയർ, യു ആർ സംവൺ സ്പെഷ്യൽ, സോ സ്പെഷ്യൽ. എവ്രി വൺ ഹഗ്ഡ് ഹെർ. അപ്പം എന്താ പറഞ്ഞത്? ഓ ഡിയർ, നീ ഒരു സ്പെഷ്യലാണ്, ഒരു പ്രത്യേകതയുള്ള ആളാണ്. എവ്രി വൺ ഹഗ്ഡ് ഹെർ. എല്ലാവരും അവളെ എന്ത് ചെയ്തു? ഹഗ് ചെയ്തു. ഹഗ് ചെയ്യുക പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? അപ്പോൾ ഇവിടെ നമ്മളുടെ റൗലിക്ക് പകൽ സമയത്താണ് നന്നായിട്ട് കാണാൻ കഴിയുന്നത് അല്ലേ, അതൊരു പ്രത്യേകതയാണ്. എല്ലാ മൂങ്ങകളും രാത്രിയാണ് കാണുന്നത്. പക്ഷെ ഇവിടെ റൗലിക്ക് പകൽ സമയത്ത് എല്ലാം നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. സോ അത് അവളുടെ ഒരു സ്പെഷ്യാലിറ്റി അല്ലേ, ഒരു യുണീക്നെസ് അല്ലേ? അതെ, അത് അവൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അവളുടെ പ്രത്യേകത മനസ്സിലാക്കി, ആ ഒരു സ്പെഷ്യാലിറ്റി മനസ്സിലാക്കി അവളുടെ പാരൻസും അതുപോലെ സിബ്ലിങ്സും അവളെ എന്ത് ചെയ്യാണ്? ഹഗ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്
അല്ലാതെ അവളെ നീ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയോ? ഇല്ല, അവളുടെ ആ ഒരു യുണീക്നെസ് അവർ അംഗീകരിച്ചു, അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ ഇവളിങ്ങനെ ആയതുകൊണ്ട് അവളെ മാറ്റി നിർത്തുകയാണോ ചെയ്യേണ്ടത്? അല്ല, അത് അവളുടെ പ്രത്യേകതയാണ്, അത് അംഗീകരിക്കുകയും അതിനെ അഭിനന്ദിക്കുകയാണ് അവരുടെ പേരൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ സ്റ്റോറിയിലൂടെ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. യുണീക്നെസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ആർ റൗലീസ് പാരൻസ് ഹാപ്പി നൗ? വൈ? റൗലീൻ്റെ പാരൻസ് ഹാപ്പിയാണോ? എന്തുകൊണ്ട്? വൈ ഇസ് റൗലി സോ സ്പെഷ്യൽ? എന്തുകൊണ്ടാണ് റൗലി സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അത് കുട്ടികളോട് ചോദിക്കുക, അവർ ആൻസർ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.